കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന അഭ്യസ്തവിദ്യനായിരുന്നു ആശാൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കളരി സമ്പ്രദായം രംഗത്ത് അവതരിപ്പിക്കാനുള്ള കഴിവും വളരെ വൃത്തിയായ ചൊല്ലിയാട്ട സമ്പ്രദായവും മുദ്രയുടെ തികവുമാണ്. സന്താനഗോപാലത്തിലെ ബ്രാഹ്മണനും നളചരിതത്തിലെ ഹംസവുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. കലാമണ്ഡലത്തിൽ നിന്നും പ്രിൻസിപ്പലായി വിരമിച്ച MPS ആശാൻ ഈ മേഖലയിലെ തൻ്റെ വിജ്ഞാനം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുന്നതിനായി കഥകളിയെ സംബന്ധിച്ചൊരു ഗ്രന്ഥം തന്നെ രചിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ഈ കരിക്കാടിൻ്റെ കഥകളിയിൽ എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു തന്നിരുന്ന, നമ്മോടൊപ്പം തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാമണ്ഡലം MP ശങ്കരൻ നമ്പൂതിരിപ്പാട് ആശാന് ഈ കലയാമി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ആശാനാണ്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുളത്തൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. മലപ്പുറം ജില്ലയിൽ കുളത്തൂർ സ്വദേശിയായ ആശാൻ കലാമണ്ഡലം കൃഷ്ണക്കുട്ടി പൊതുവാൾ, അച്ചുണ്ണി പൊതുവാൾ, ചന്ദ്രമന്നാടിയാർ, കോട്ടക്കൽ കുട്ടന്മാറ എന്നീ അധികായന്മാർക്ക് ശേഷം ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് കഥകളി ചെണ്ടമേളം കൊണ്ടു നടക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു വഴികാട്ടിയാണ്. കളിമേള സഞ്ചാരം എന്ന വളരെ കൃത്യമായ കഥകളി മേളത്തെ കുറിച്ച് വളരെ ഉൾക്കാഴ്ചയായി എപ്പിസോഡുകളായി അവതരിപ്പിച്ചയാളാണ് ആശാൻ. കഥകളിയുടെ തുടക്കം മുതൽ ഓരോ രംഗാവതരണത്തിലും ഓരോ കഥാപാത്രത്തിൻ്റെയും അവതരണ രീതി എങ്ങനെ വേണമെന്ന് കൊണ്ടുവന്നത് ആശാനാണ്. മാത്രമല്ല, എങ്ങനെ ഒരു നടൻ്റെ കൈകളുടെ മുദ്ര എങ്ങനെ കൂടണം, എങ്ങനെ ഭാവം വരണം എന്ന ഓരോ ശരീര ചലനങ്ങൾക്കടക്കം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ചെണ്ടമേള സമ്പ്രദായമാണ്. ഇന്നത്തെ തലമുറ ആ സമ്പ്രദായമാണ് ഇന്നത്തെ തലമുറ കൈപ്പറ്റിക്കൊണ്ട് നടക്കുന്നത്. പുതിയ ഒരു ശൈലി തന്നെ കൊണ്ടു നടക്കുന്നയാളാണ് ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ആശാൻ. അദ്ദേഹം കലാമണ്ഡലത്തിൽ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിനും ഈ കലയാമി കളിയൊരുക്കത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഈ സംഘാടക സമിതിയുടെ പേരിലും ഇവിടുത്തെ ഓരോ നാട്ടുകാരുടെ പേരിലും ഈ വേദിയിലേക്ക് സഹർഷം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തിനി പറയാനുള്ളത് ശ്രീ ബാബു നമ്പൂതിരി അവർകളെയാണ്. നമുക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. ഇന്ന് സിനിമ കാണാത്തവരായി ആരുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സിനിമയിൽ എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ തൂവാനത്തുമ്പികളിലെ തങ്ങളൊക്കെ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. സിനിമാ മേഖലയിലാണ് അദ്ദേഹത്തെ അറിയുക. പക്ഷേ അദ്ദേഹം വേറെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. അദ്ദേഹം നല്ലൊരു കഥകളി നടൻ കൂടിയാണ്. ഈ സംഗതികൾ നമ്മൾ പലർക്കും ഇപ്പോഴാണ് അറിയുന്നത്. കലാമണ്ഡലം CRR അപ്പു നമ്പൂതിരിയുടെ ശിഷ്യനാണ് അദ്ദേഹം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഥകളി പഠിച്ച് കുറേയേറെ വേഷങ്ങൾ കെട്ടിയിട്ടുള്ള ആളുമാണ്. മാത്രമല്ല, കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ നിന്നും പ്രൊഫസറായി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു നല്ല അധ്യാപകൻ കൂടിയാണ് ശ്രീ ബാബു നമ്പൂതിരി. ഇദ്ദേഹം സിനിമാ നടൻ മാത്രമല്ല, നല്ലൊരു നാടക നടൻ കൂടിയാണ്. അധ്യാപകനും നല്ലൊരു സിനിമ, നാടക, കഥകളി നടനുമായ മാത്രമല്ല സർവോപരി
നല്ലൊരു മനുഷ്യ സ്നേഹിയുമാണ് അദ്ദേഹം. ഈ വേദിയിൽ കർണശബ്ദം കഥകളിയിൽ കുന്തിയായി അദ്ദേഹം വേഷമിടുന്നുമുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് കിട്ടിയതിലും ഈ കരിക്കാടിൻ്റെ മണ്ണിൽ വന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും ഈ സംഘാടക സമിതിക്കും അതുപോലെ തന്നെ ഈ കലയാമി കളിയൊരുക്കത്തിനും അദ്ദേഹത്തോട് വലിയ കടപ്പാടുണ്ട്. അദ്ദേഹത്തിനും ഈ കലയാമി കളിയൊരുക്കത്തിൻ്റെയും സംഘാടക സമിതിയുടെയും ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും പേരിൽ വേദിയിലേക്ക് അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിൽ പങ്കെടുക്കാമെന്നേറ്റിരുന്നത് കലാമണ്ഡലം രാജശേഖരൻ ആശാനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ തെക്കൻ സമ്പ്രദായത്തിൻ്റെ ഇന്നത്തെ പരമാചാര്യനാണ് ആശാൻ. ഗുരു ചെങ്ങന്നൂർ രാമൻ പിള്ളയുടെ 4 പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ മടവൂർ വാസുദേവൻ നായരുടെ പ്രധാന ശിഷ്യനാണ് അദ്ദേഹം. ആശാന്റെ സ്ത്രീവേഷങ്ങളുടെ അവതരണം ഒതുക്കമാർന്നതും തിളക്കമാർന്നതുമാണ്. കേരള കലാമണ്ഡലത്തിൽ തെക്കൻ ശൈലിയുടെ എച്ച്ഒഡിയും പിന്നീട് കലാമണ്ഡലം പ്രിൻസിപ്പലുമായിരുന്നു അദ്ദേഹം. നമ്മുടെ കലാമണ്ഡലം മനോജിൻ്റെ ഗുരു കൂടിയാണ് ആശാൻ. 8 വർഷം ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് മനോജ് തെക്കൻ സമ്പ്രദായം പഠിച്ചത്. പിന്നീട് മനോജ് വടക്കൻ സമ്പ്രദായവും ഹൃദ്യസ്ഥമാക്കി ഇപ്പോൾ വടക്കൻ സമ്പ്രദായം അവതരിപ്പിക്കുന്നു. ആശാന്റെ അഭാവത്തിലും കലാമണ്ഡലം രാജശേഖരൻ ആശാന് ഈ കലയാമി കളിയൊരുക്കത്തിൻ്റെയും സംഘാടക സമിതിയുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കേണ്ട മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. ഈ പ്രായത്തിലും കഥകളി രംഗത്ത് വളരെ ഊർജ്ജസ്വലതയോടെ ചെറുപ്പക്കാരായ കലാകാരന്മാർക്ക് അത്ഭുതവും അസൂയയും ഉളവാക്കുന്ന രീതിയിൽ വേഷങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ആശാന്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പച്ചവേഷങ്ങൾ ഒരിക്കലും ആസ്വാദകരിൽ മടുപ്പുളവാക്കാത്ത കാഴ്ചയാണ്. വൃത്തിയായിട്ടുള്ള ചൊല്ലിയാട്ട സമ്പ്രദായവും അഭിനയ രീതിയും അദ്ദേഹത്തെ മറ്റു കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായരാശാന്റെ ശൈലി കല്ലുവഴിച്ചിട്ട ഇന്നും കൊണ്ട് നടക്കുന്ന പ്രധാനിയാണ് അദ്ദേഹം. ഏത് വേഷവും അദ്ദേഹത്തിന് ചേരുമെങ്കിലും അദ്ദേഹം അരങ്ങിൽ അവതരിപ്പിക്കുന്നത് പച്ചവേഷവും കൂട്ടത്തിൽ കത്തിവേഷവുമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ കല്ലുവഴിച്ചിട്ടയുടെ രംഗാവതരണത്തിൽ അഗ്രഗണ്യനാണ് ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ. അദ്ദേഹവും കലാമണ്ഡലത്തിൽ നിന്നും പ്രിൻസിപ്പളായി വിരമിച്ചയാളാണ്. അദ്ദേഹത്തെയും ഈ കലയാമി കൂട്ടായ്മയ്ക്ക് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത് സ്വാഗതം ആശംസിക്കാനുള്ളത് പി കെ കൃഷ്ണനുണ്ണിരാജക്കാണ്. ശ്രീ പി കെ കൃഷ്ണനുണ്ണിരാജ ഒരു കാലത്ത് അങ്ങ് തെക്ക് തിരുവിതാംകൂർ രാജവംശവും ഇങ്ങ് വടക്ക് സാമൂതിരി രാജവംശവുമാണ് നമ്മളെ ഭരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ജനാധിപത്യ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നിരുന്നാലും ഈ നാട്ടിലെ ഈ വടക്കൻ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങളുടെയും ആദ്യത്തെ കൈവെപ്പ് ഈ സാമൂതിരി രാജകുടുംബങ്ങളുടേതായിരുന്നു, അല്ലെങ്കിൽ സാമൂതിരി രാജാക്കന്മാരുടേതായി. ഞാനിത് പറയാൻ കാരണം ശ്രീ പി കെ കൃഷ്ണനുണ്ണി രാജ ഒരു സാമൂതിരി കുടുംബാംഗമാണ്. മുൻ സാമൂതിരി രാജയുടെ മരുമകൻ, പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള 44 ക്ഷേത്രങ്ങളുടെ ഭരണാധികാരി, ഗുരുവായൂരപ്പൻ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവയുടെ മാനേജർ, സമൂഹത്തിൽ മാനസികാരോഗ്യമില്ലാത്ത ആളുകളെ സൗജന്യമായി ചികിത്സിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് MHAT എന്ന സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി, കൂടാതെ ലയൺസ് ക്ലബിൻ്റെ ക്യാബിനറ്റ് അഡ്മിനിസ്ട്രേറ്റർ, പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ലയൺസ് ക്ലബുകളുടെ ക്യാബിനറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുധാകൃഷ്ണനുണ്ണി രാജ ഡോക്ടറാണ്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സേവനം നടത്തിയതിനു ശേഷം റിട്ടയർ ചെയ്ത് ഇന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ശിശുരോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. കൂടാതെ അവർ ജോലി തിരക്കിലും കഥകളി കലാകാരിയായി കളിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുന്നയാളാണ്. 17 കലാ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ PK കൃഷ്ണനുണ്ണിരാജയ്ക്ക് ഈ കഥകളി അരങ്ങിൻ്റെയും സംഘാടക സമിതിയുടെയും ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് BK ഹരിനാരായണൻ. നമുക്കേവർക്കും അറിയാം, നമ്മുടെ ഇന്നത്തെ മലയാള സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളിലും ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുടെ മകൻ ഇന്നിവിടെ ഈ അരങ്ങിൽ വേഷം ചെയ്യുന്നുമുണ്ട്. വളരെ പ്രശസ്തമായ അതുപോലെ അവാർഡുകൾ ലഭിച്ച നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം ഈ കലയാമി കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീമതി രേണുകാ വർമ്മ കണ്ണൂർ ചിറക്കൽ കോവിലകത്തെ ഒരംഗമാണ്. ഇപ്പോൾ തൃശ്ശൂർ ഒളരിയിൽ താമസം, അതായത് മനോജിൻ്റെ നാട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇവർ വളരെ മുമ്പ് തന്നെ കഥകളി പഠിച്ച് അരങ്ങിൽ അവതരിപ്പിച്ചയാളാണ്. ഇപ്പോൾ അരങ്ങിൽ സജീവമല്ല. CCRT സ്കോളർഷിപ്പിൻ്റെ പാനൽ അംഗവും മറ്റു പല ഗവൺമെൻറ് തലത്തിലുള്ള പാനലുകളിലും അവർ അംഗമാണ്. ഈ അടുത്ത വർഷം ഏപ്രിൽ മാസം 15 മുതൽ മെയ് 17 വരെ 32 ദിവസം നീളുന്ന മട്ടന്നൂരിനടുത്ത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന യാനം 2022 കഥകളി മഹോത്സവത്തിൻ്റെ പ്രോഗ്രാം നിർമ്മാതാവാണ് ശ്രീമതി രേണുകാ വർമ്മ. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് പീശപ്പള്ളി രാജീവാണ്. നമുക്കറിയാം ശ്രീ പീശപ്പള്ളി രാജീവ് നല്ല ഒരു കഥകളി വേഷക്കാരൻ എന്നതിൽ ഉപരി നല്ല ഒരു നാടക നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി വേഷങ്ങൾ, കഥകളിയിലെ വേഷങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ തന്മയത്വമായി വളരെ ഉയർന്ന രീതിയിൽ വേഷങ്ങൾ ചെയ്യുന്ന ശ്രീ പീശപ്പള്ളി രാജീവിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, നമ്മുടെ നാട്ടുകാരനാണ്. ഈ ദേവസ്വത്തിൻ്റെ ട്രസ്റ്റി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. കരിക്കാട് ദേവസ്വത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ കൂടിയായ ശ്രീ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതൊക്കെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം സ്വാഗതം പറയുന്ന ആളുകളാണ്. ശ്രീ ഷാജി കരിക്കാട്, നമ്മുടെ നാട്ടുകാരൻ, കരിക്കാട് ഗ്രാമസേവാ സമിതി ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറി. അതുപോലെ തന്നെ ശ്രീ പ്രദീപ് TK, പ്രസിഡന്റ് കരിക്കാട് കലാസമിതി. ശ്രീ ശ്രീജിത്ത് വാര്യർ, പ്രസിഡന്റ് ആലിൻചോട് കലാകായിക കൂട്ടായ്മ. ശ്രീ നിതിൻ രാജ്, സെക്രട്ടറി കായിക സമിതി കരിക്കാട്. അതുപോലെ തന്നെ ഇതിന് പ്രാർത്ഥന ചൊല്ലിയ ഡോക്ടർ ഹീര നമ്പൂതിരി, നമുക്കേവർക്കും അറിയാം. അതുപോലെ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന ഈ കലയാമിയുടെ ഡയറക്ടർ ശ്രീമാൻ കലാമണ്ഡലം മനോജ് എന്നിവർക്കും ഞാൻ ഈ വേദിയിലേക്ക് അവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരി ഇന്ന് ഈ പരിപാടി ശ്രമിക്കാനും കാണാനും കേൾക്കാനുമെല്ലാം ഇവിടെ എത്തിച്ചേർന്ന, അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന കുട്ടികൾ, അവരെ ഒരുക്കുന്ന
അണിയറയിലെ പ്രവർത്തകർ, അതുപോലെ കഥകളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും, ഇവിടെ സന്നിധരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞാൻ മറന്നുപോയി, കാരണം എപ്പോഴും കാണുന്നത് കൊണ്ട് മനസ്സിലങ്ങ് പതിഞ്ഞില്ല. ശ്രീമതി ഗീത, നമ്മുടെ വാർഡ് മെമ്പർ, ഏതൊരു പരിപാടിക്കും ആ കൃത്യസമയത്തിന് മുൻപ് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് അതിൽ ഭാഗമാക്കാവുന്ന ശ്രീമതി ഗീത, അവർ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷയാണ്. അവർക്കും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി വാർഡ് മെമ്പർ ബഹുമാനിയായ ശ്രീമതി ഗീത അവർകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കലാസ്നേഹികളെ, ഇന്ന് കഥകളി കലായാമിയുടെ 1ാം വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികളുടെ അരങ്ങേറ്റവും പൂർവ്വ വിദ്യാർത്ഥികളുടെ കഥകളി ആചാര്യന്മാരുടെ കഥാ അവതരണവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ വരും തലമുറയ്ക്ക് ഈ കല വളരെ ഉപകാരപ്രദമാവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കലയമ്മയുടെ ഉദ്ഘാടന ചടങ്ങ് ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിനായി ബഹുമാന്യരായ ശ്രീ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാൻ, ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരി, ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണ ആശാൻ എന്നിവരെ സാദരം ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാനെ ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അധ്യക്ഷവേദിയിലിരിക്കുന്ന
മാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. ഒരു 2-2.5 കൊല്ലത്തോളമായിട്ട് കഥകളി കലാകാരന്മാരെല്ലാവരും തന്നെ നിശ്ചലമായിരിക്കുന്ന ഈ അവസരത്തിൽ, കഥകളി കലാകാരന്മാർ മാത്രമല്ല, കലാകാരന്മാർ മൊത്തത്തിൽ ഏത് വിഷയത്തിലായാലും ശരി, കലാകാരന്മാരാണോ അവരെല്ലാം തന്നെ നിശ്ചലമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തോ ദൈവ നിശ്ചയമായിരിക്കാം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏതായാലും അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. ഞാൻ അറിയുന്ന